അമീറുൽ ഇസ്ലാം ഈ പേര് കേൾക്കുമ്പോൾ മലയാളികളായ എല്ലാവർക്കും പെട്ടെന്ന് പെരുമ്പാവൂരിലെ നിഷാവധ കേസാണ് ഓർമ്മ വരുന്നത്. അമീറുൽ ഇസ്ലാം നിഷയെ വധിച്ച പ്രതി എന്ന കണ്ടെത്തുകയും അയാളെ ആസാം സ്വദേശിയാണ് ഈ അമീറുൽ ഇസ്ലാം. അയാൾ ഇപ്പോൾ ജയിലിലാണ്. അദ്ദേഹത്തിന് വധശിക്ഷ വിധിച്ചു. വിചാരണ കോടതി അദ്ദേഹത്തിന് വധശിക്ഷ വിധിച്ചു. ഹൈക്കോടതി ആ വധശിക്ഷ ശരിവച്ചു. ഇപ്പോൾ അയാൾ സുപ്രീം കോടതിയിൽ വധശിക്ഷ ഇളവ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിച്ചു. സുപ്രീം കോടതി വധശിക്ഷ സ്റ്റേ ചെയ്തിരിക്കുകയാണ്. ഇനി ഇളവ് ചെയ്യണമോ വേണ്ടയോ എന്നുള്ള വിധി സുപ്രീം കോടതി നടപ്പിലാക്കിയിട്ടില്ല. സ്റ്റേ തൽക്കാലത്തേക്ക് വധിക്കരുത് എന്ന് പറഞ്ഞ് വധശിക്ഷ സ്റ്റേ ചെയ്തിരിക്കുകയാണ്. അതാണ് അമീറുൽ ഇസ്ലാമിൻ്റെ കോടതി നടപടികളുടെ ഒരു വിഷയം. എന്നാൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്, അന്ന് ഈ കോടതി സ്റ്റേ ചെയ്തപ്പോൾ, അതായത് ഇയാളുടെ അപേക്ഷ മാനിച്ചുകൊണ്ട് തന്നെ വധിക്കരുത്, തൻ്റെ ശിക്ഷ ഇളവ് നൽകി തരണം, തന്നെ വധശിക്ഷ നടപ്പിലാക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് അമീറുൽ ഇസ്ലാം സുപ്രീം കോടതിയിൽ പോയപ്പോൾ സുപ്രീം കോടതി ഒരു തീരുമാനമെടുത്തു. സ്റ്റേ ചെയ്തിട്ട് ഇയാളുടെ മാനസിക അവസ്ഥ, ഇയാളെക്കുറിച്ചുള്ള ചരിത്രം, ഇയാൾ എങ്ങനെയായിരുന്നു ജയിലിൽ ഇത്രയും കാലം കഴിഞ്ഞത്, ഇയാൾ പ്രശ്നക്കാരനായിരുന്നോ ജയിലിൽ, അതോ മാന്യനായിരുന്നോ, അയാൾ ഇടയ്ക്കെന്തെങ്കിലും സ്വഭാവ ദൂഷ്യങ്ങൾ ജയിലിൽ കാണിച്ചിട്ടുണ്ടോ, ഇങ്ങനെയുള്ള മൊത്തം വിവരം, ഇയാളുടെ മാനസിക അവസ്ഥ എന്താണ്, ഇയാൾ അക്രമ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സുപ്രീം കോടതി അതിന് പ്രത്യേക റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു അന്ന് തന്നെ. അങ്ങനെ കോടതി നിർദ്ദേശമനുസരിച്ചിട്ട് ഇപ്പോൾ കേരളത്തിൻ്റെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലാണ് അയാളുടെ ശാരീരിക മാനസിക നിലയെക്കുറിച്ച് റിപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ്. ആ റിപ്പോർട്ട് ഇപ്പോൾ കൊടുത്ത വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അയാൾ യാതൊരു ശാരീരിക പ്രശ്നവും അദ്ദേഹത്തിനില്ല. അദ്ദേഹം മാനസികമായിട്ട് വളരെ ആരോഗ്യവാനാണ്, ശാരീരികമായിട്ടും ആരോഗ്യവാനാണ്. ജയിലിൽ നിന്നുള്ള റിപ്പോർട്ട് അയാൾ വളരെ മാന്യമായിട്ടാണ് ജയിലിൽ പെരുമാറിയിട്ടുള്ളത്. ഇതുവരെയും ഒരു കേസും ജയിലിൽ കടന്നിട്ട് ഉണ്ടാക്കിയിട്ടില്ല. മാത്രമല്ല, ജയിലിൽ കൊടുക്കുന്ന ജോലികളെല്ലാം കൃത്യമായിട്ട് മനസ്സിനുടെയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹം പച്ചക്കറി പരിപാലനത്തിൻ്റെ മേഖലയിലാണ്. അവിടെ വളരെ കൃത്യമായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. ഒരു ദിവസം 127 രൂപ ശമ്പളത്തിലാണ് ജോലി ചെയ്യുന്നുണ്ട്. വളരെ ശാന്തനാണ് എന്നൊക്കെയാണ് റിപ്പോർട്ട് ഇപ്പോൾ ജയിൽ അധികൃതരും അതുപോലെ മെഡിക്കൽ അധികൃതരും ഈ അമീറുൽ ഇസ്ലാമിനെ കുറിച്ച് കൊടുത്തിരിക്കുന്നത്. പക്ഷേ അയാൾ പറയുന്നത് തന്നെ കൊല്ലാൻ ആരോ തൻ്റെ പിറകെ എപ്പോഴും ഉണ്ട് എന്നാണ് അമീറുൽ ഇസ്ലാം എപ്പോഴും ജയിൽ അധികൃതരോട് പറയുന്നത്. അതെന്തിനങ്ങനെ പറയുന്നുവെന്ന് ഇതുവരെയും ആർക്കും ബോധ്യമായിട്ടില്ല. ഈ മെഡിക്കൽ ചെക്കപ്പിലൊന്നും അദ്ദേഹത്തിന് അങ്ങനെ മാനസിക വ്യഥ ഉള്ളതായിട്ട് അവർ കണ്ടെത്തുന്നില്ല. പക്ഷേ ഇയാൾ പറയുന്നത് തന്നെ കൊല്ലാൻ ആരോ എപ്പോഴുമുണ്ട്, തനിക്ക് മരണഭീതിയുണ്ട്, എന്തോ ബുദ്ധിമുട്ടുണ്ടെന്ന് പലപ്പോഴും ഈ ഉദ്യോഗസ്ഥന്മാർ പറയുന്നുണ്ട്. അതെന്താണെന്നുള്ളതാണ് പ്രശ്നം. എന്തായാലും മെഡിക്കൽ റിപ്പോർട്ടിലും ഈ ഡോക്ടർമാർ പരിശോധിച്ചതിലും അതുപോലെ തന്നെ ജയിൽ ആശുപത്രിയിലെ ഡോക്ടർമാരുടെ റിപ്പോർട്ടും ജയിൽ അധികൃതരുടെ റിപ്പോർട്ടും ഒക്കെ ഇയാൾക്ക് അനുകൂലവുമാണ്. ഇയാൾ യാതൊരു പ്രശ്നവുമില്ലാത്ത മാന്യമായിട്ട് ജയിലിൽ കഴിയുന്ന ഒരു ശാന്തശീലനായ ഒരു തടവുകാരനാണ് അമീറുൽ ഇസ്ലാം എന്നാണ് പറയുന്നത്. ഇനി ഈ അമീറുൽ ഇസ്ലാമിന് വേണ്ടിയിട്ട് സുപ്രീം കോടതിയിൽ നിൽക്കുന്നത് മറ്റ് പുറത്തുനിന്നുള്ള വക്കീലന്മാരൊന്നും അയാളെ വാദം നടത്താൻ തയ്യാറായില്ല. അപ്പോൾ ഡൽഹിയിലുള്ള ഈ നാഷണൽ ലാ യൂണിവേഴ്സിറ്റി പ്രോജക്റ്റ് 39A എന്ന് പറയുന്ന സെക്ഷൻ, അതായത് ഡൽഹി ലാ യൂണിവേഴ്സിറ്റിയുടെ പ്രോജക്റ്റ് 39A എന്ന് പറയുന്ന സെക്ഷനിൽ അവരാണ് ഈ അമീറുൽ ഇസ്ലാമിന് നിയമസഹായങ്ങൾ നൽകുന്നതും കോടതിയിൽ ഹാജരാകുന്നതും. ഈ 39 എന്ന് പറയുന്ന വിഭാഗത്തിലെ അഡ്വക്കേറ്റ് ശ്രേയ രസ്തോഗി ആണ് ഈ അമീറുൽ ഇസ്ലാമിന് വേണ്ടി സുപ്രീം കോടതിയിൽ വാദിക്കുന്നതും ഈ സ്റ്റേ വാങ്ങി വെച്ചതും. ഇപ്പോൾ വധിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് വധശിക്ഷ സ്റ്റേ വാങ്ങിയതും ഈ ശ്രേയ രസ്തോഗിയാണ്. രസ്തോഗിക്കൊപ്പം തന്നെ അന്ന് തന്നെ ഈ സ്റ്റേ നൽകിയപ്പോൾ തന്നെ കോടതി, ഞാൻ പറഞ്ഞല്ലോ, ഈ റിപ്പോർട്ടുകൾ വേണമെന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ കോടതി ഒരു അഡ്വക്കേറ്റിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. അത് അഡ്വക്കേറ്റ് നൂറിയ അൻസാരി എന്ന് പറഞ്ഞ അഡ്വക്കേറ്റിനെ ഒരു പ്രത്യേക ഉദ്യമത്തിന് ഒരു ചുമതല കൊടുത്തു. അതായത് ഈ അമീറുൽ ഇസ്ലാമിനെ നേരിട്ട് കണ്ട്, ജയിലിൽ പോയി നേരിട്ട് കണ്ട് ഇന്റർവ്യൂ നടത്തണം. ഇന്റർവ്യൂ നടത്തിയിട്ട് അതെല്ലാം റെക്കോർഡ് ചെയ്തെടുത്ത് അയാൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അയാൾക്ക് എന്തെങ്കിലും സത്യസന്ധമായിട്ട് പറയാനുണ്ടോ, അയാളെ ഈ പ്രതിയാക്കി വെറുതെ അയാൾ കുറ്റം ചെയ്തതല്ല എങ്കിൽ പോലും അയാൾക്ക് പേരിൽ അയാളെ മനഃപൂർവ്വം പ്രതിയാക്കിയതാണോ, അയാൾക്ക് വേണ്ടി തെളിവുകളെല്ലാം സൃഷ്ടിച്ചെടുത്തതാണോ, എല്ലാ
കാര്യങ്ങളും തുറന്ന് അയാളിൽ നിന്നും ചോദിച്ചറിയണമെന്ന് പറഞ്ഞ് സുപ്രീം കോടതി ഒരു അഡ്വക്കേറ്റിനെ, അതായത് നൂറിയ അൻസാരി എന്നുള്ള അഡ്വക്കേറ്റിനെ പിന്നെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. അവർക്ക് ഇന്റർവ്യൂ നടത്താം, പിന്നെ ജയിലിനകത്ത് കയറി ഇന്റർവ്യൂ നടത്താം, എല്ലാം ചോദിക്കാം, റെക്കോർഡ് ചെയ്യാം. പക്ഷേ അടുത്ത് ജയിൽ അധികൃതർ ആരും ഉണ്ടാവുകയും ചെയ്യരുത്. സുപ്രീം കോടതിയുടെ പ്രത്യേക നിർദ്ദേശമാണ്. വളരെ അടുത്തൊന്നും ഇയാൾ പറയുന്നതെന്ന് കേൾക്കാൻ പറ്റാത്ത തരത്തിൽ ദൂരെ മാറി ജയിൽ അധികൃതർക്ക് നിൽക്കാം, വക്കീലിന് ഇതെല്ലാം പറയണം. ഇങ്ങനെയുള്ള റിപ്പോർട്ടും ഇപ്പം നൂറുൽ അൻസാരി ഉടനെ തന്നെ സുപ്രീം കോടതി കൊടുക്കും. അതിനും കൂടെ കേട്ടതിന് ശേഷം മാത്രമായിരിക്കും ഈ അമീറുൽ ഇസ്ലാമിനെ വധശിക്ഷ ചെയ്യണോ വേണ്ടേ എന്ന് സുപ്രീം കോടതി തീരുമാനിക്കുക. എന്തായാലും ഈ ഇടയ്ക്ക് നമ്മൾ കേട്ടത് അന്ന് ഗവൺമെന്റ്, അതായത് നമ്മുടെ ബഹ്റ DGP ആയി വന്നതിന് ശേഷം ഈ 2016 പിന്നെ ഏപ്രിൽ 18 ഈ സംഭവം നടക്കുന്നത്. ഈ നിഷ കൊലപാതകം നടന്നത് ഏപ്രിൽ 16 2017 ഡിസംബർ 14 വിചാരണ കോടതി ഇയാളെ വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു. ഹൈക്കോടതി 2024 മെയ്യില് ആ സംഭവത്തിന് അംഗീകരിക്കുകയും ചെയ്യുന്നു. ഈ കുറ്റപത്രം ഒക്കെ സമർപ്പിച്ച് വളരെ പെട്ടെന്ന് തന്നെ, പക്ഷേ എങ്കിൽ പോലും ഈ പിന്നെ ഗവൺമെന്റിന്റെ മുഖം രക്ഷിക്കാൻ വേണ്ടി പെട്ടെന്ന് ഒരു പ്രതിയെ ബീഹാറിൽ പോയി തപ്പിയെടുത്തുകൊണ്ടുവന്ന് ഇയാളാണ് കൊന്നതെന്ന് കാണിക്കുകയും അയാൾക്ക് അനുകൂലം അയാളെ എതിർത്ത് അയാൾ പ്രതിയാണെന്ന് സ്ഥാപിക്കാനുള്ള തെളിവുകളെല്ലാം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തു എന്ന ഒരു പിന്നെ ആക്ഷേപം പലപ്പോഴും പുറത്ത് കേട്ടിട്ടുണ്ട്. ഈ അമീറുൽ ഇസ്ലാം നിരപരാധിയാണ് എന്നുള്ള ഇതും കേട്ടിട്ടുണ്ട്. ഒരുപക്ഷെ അത് കോടതിയിൽ എത്തിയത് കൊണ്ടായിരിക്കാം സുപ്രീം കോടതി ഇയാളെക്കുറിച്ച് വ്യക്തമായുള്ള വിവരം ചോദിച്ചിരിക്കുന്നത്. എന്തായാലും റിപ്പോർട്ട് ഇയാളെക്കുറിച്ച് മോശമായിട്ടൊന്നും കൊടുത്തിട്ടില്ല. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ കോടതി ഇയാളുടെ വധശിക്ഷ പിന്നെ നടപ്പിലാക്കാതെ ഈ തടവ് ശിക്ഷ മാത്രം കൊടുക്കാനാണ് സാധ്യത തോന്നുന്നത്. നമുക്കറിയില്ല, സുപ്രീം കോടതിയാണ് തീരുമാനിക്കുന്നത്. എന്തായാലും അമീറുൽ ഇസ്ലാമിന്റെ കേസ് നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യുന്നത് ഇത്തരം കാര്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെയാണ്. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.